എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഹോർമോസ് വീണ്ടും അടച്ചു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീണ്ടും പ്രതിസന്ധിയുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് പതിയെ പതിയെ ഗ്യാസ് വിതരണവും വിലയൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഹോർമോസ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും മുൻകരുതലുകളുമാണ് പറയുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. യുദ്ധഭീതി അവസാനിച്ചതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിതരണത്തിനുള്ള ഇടവേളകളും നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിരുന്നു. ഗാർഹിക സിലിണ്ടറിനും ഈ ഒരു നിയന്ത്രണം എടുത്തു കളയും എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. വിലയും വാണിജ്യ സിലിണ്ടറിന് ചെറിയ രീതിയിൽ കുറച്ചു. ഗാർഹിക സിലിണ്ടറിനും വില കുറക്കും എന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ വീണ്ടും അമേരിക്ക ഇറാൻ ആക്രമണം തുടങ്ങിയതിനെ തുടർന്ന് ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടക്കുകയും ചരക്ക് നീക്കം പൂർണ്ണമായിട്ടും നിന്നുപോയ അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഒരു ആശ്വാസം ഉള്ളത് കുറച്ചധികം സ്റ്റോക്ക് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പോലും നിയന്ത്രണത്തോട് കൂടിയിട്ട് മാത്രമായിരിക്കും ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ഇനി അങ്ങോട്ട് ഉണ്ടാവുക. യുദ്ധം പൂർണ്ണമായിട്ടും നിൽക്കാതെ പഴയ പോലെ ആകില്ല. നമുക്കറിയാം, ഗ്യാസ് വില വർദ്ധിച്ചതിൻ്റെ സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ചായയുടെ വില പോലും 12-15 രൂപയ്ക്ക് ആയ സ്ഥിതിയുണ്ട്. അത് എല്ലാ ജീവിതത്തെയും ബാധിച്ചതുമാണ്. പല ആളുകളുടെയും ജോലി വരെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നത് വീണ്ടും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഇനിയും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നിലവിൽ വാണിജ്യ സിലിണ്ടറിന്റെ ഇടവേള നേരത്തെ കുറച്ചിരുന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന ആ സിലിണ്ടറിന് നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവുമാണ് ബുക്കിംഗ് ഇടവേള. അത് എടുത്തു കളഞ്ഞിട്ടില്ല. അത് അതുപോലെ തന്നെ തുടരും. അതിലെന്തെങ്കിലും കടുപ്പിക്കുമോ എന്നുള്ളത് ഇപ്പോഴുണ്ടാകില്ല. അത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിലും മാറ്റം വന്നേക്കാം. വിലയിൽ ഇനി കുറവല്ല, കൂടുകയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ 960 രൂപയോളം, പിന്നെ ഡെലിവറി ചാർജും എല്ലാം കൂടി 1000-ന് മുകളിൽ വരെ നൽകുന്ന ആളുകളുണ്ട്. അതിലൊക്കെ ഒരു മാറ്റം വീണ്ടും വില വർദ്ധിക്കുകയാണ് എങ്കിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാ ആളുകളും ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ബുക്കിംഗ് സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ബുക്ക് ചെയ്ത് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തിട്ടില്ല എങ്കിൽ ബുക്കിംഗ് നഷ്ടപ്പെടും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ്. PNG കണക്ഷൻ ഉള്ള ആളുകൾ LPG നിന്നും PNGയിലേക്ക് മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങളുടെ അടുത്ത് പൈപ്പ് ലൈൻ ഗ്യാസ് ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുകയും LPG ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ PNG കണക്ഷൻ, പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരും LPG കണക്ഷൻ റദ്ദാക്കുകയും ഗ്യാസ് സിലിണ്ടറുകൾ തിരിച്ച് നൽകുകയും വേണം. ഇല്ല എങ്കിൽ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടാൽ പിഴ നൽകേണ്ടി വരും. അപ്പോൾ നിലവിൽ ഈ ഒരു അവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, 5 കിലോമീറ്റർ ചുറ്റളവിന് ഡെലിവറി ചാർജ് ഇല്ല. വൻതോതിൽ അധികമായിട്ട് വില ഈടാക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏജൻസികൾ ഏതെങ്കിലും സ്ഥലത്ത്, പ്രദേശത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കാൻ പറയുന്നുണ്ട്. അതൊന്നുമല്ല, വീടുകളിൽ തന്നെ എത്തിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ് നിബന്ധന. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ട് എങ്കിൽ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും പ്രത്യേക നമ്പർ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ആ നമ്പറാണ് ഇനി പറയുന്നത്. തിരുവനന്തപുരത്തെ നമ്പർ 9188 52 73 15 അതുപോലെ തന്നെ DSO TVM 20@gmail.com എന്ന മെയിൽ ID-യിലും പരാതി അറിയിക്കാവുന്നതാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ മെയിൽ ID കൊല്ലം DSO@gmail.com, നമ്പർ 9188 52 73 16. പത്തനംതിട്ട ജില്ലയിലെ പരാതി നൽകേണ്ട മെയിൽ ID DSOPTAL@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 17. ആലപ്പുഴ DSO ആലപ്പുഴ@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 18. കോട്ടയം ജില്ലയിലേത് DSO KTM1@gmail.com എന്ന മെയിൽ ID-യിലാണ് പരാതി നൽകേണ്ടത്. നമ്പർ 9188 52 73 19. ഇടുക്കി ജില്ലയിലേത് DSO idukki@gmail.com. നമ്പർ 9188
527320 എറണാകുളം DCO ernakulam@gmail.com എന്ന മെയിൽ ഐ ഡിയിൽ പരാതി നൽകാം. വിളിച്ച് പരാതി നൽകേണ്ട നമ്പർ 9188 52 73 21. തൃശ്ശൂർ ഇതേത് DSO TSR@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 22. പാലക്കാട് DSO PKD@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 23. മലപ്പുറം DSO MPM@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 24. കോഴിക്കോട് DSO Kozhikode@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 25. വയനാട് DSO വയനാട് 1@gmail.com. വിളിക്കേണ്ട നമ്പർ 9188 52 73 26. കണ്ണൂരിലേത് kannur.dso@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 27. കാസർഗോഡ് DSO KSD@gmail.com. 91 88 52 73 28. ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. മറ്റൊന്ന് KYC കാര്യമാണ്. ഉജ്ജ്വൽ യോജന കണക്ഷൻ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും KYC നേരത്തെ ചെയ്യാത്തവരും KYC നടപടികൾ പൂർത്തീകരിക്കണം. ഇല്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.